അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞങ്ങൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് 5 വഖ്ത് നമസ്കാരം എന്ന് പറയുന്നത്. ആ 5 വഖ്ത് നമസ്കാരത്തിന്റെ 14 ഫർളുകളുണ്ട്. ആ ഫർളുകൾ കൃത്യമായി വ്യക്തമായി ഓരോ നിസ്കരിക്കുന്ന ഓരോ മുഅ്മിനീങ്ങളും കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. 5 വഖ്ത് നമസ്കാരത്തിന്റെ 14 ഫർളുകളെ 3ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഖൽബിയ, ഖൗലിയ, ഫിഅലിയ. ഖൽബിയ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയം കൊണ്ട് കരുതുന്ന ഫർളുകൾക്കാണ് ഖൽബിയ എന്ന് പറയുന്നത്. ഖൗലിയ എന്ന് പറയുമ്പോൾ നമ്മുടെ വായ കൊണ്ട് പറയുന്ന ഉച്ചരിക്കുന്ന ഫർളുകൾക്കാണ് ഖൗലിയ എന്ന് പറയുന്നത്. ഫിഅലിയ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ റുകൂഅ്, സുജൂദ്, നമ്മുടെ ഓരോ പ്രവൃത്തിയിലൂടെ കാണിക്കുന്ന ഫർളുകളാണ്, ഓരോ പ്രവർത്തനങ്ങളാണ് ഫിഅലിന്റെ ഗണത്തിൽ വരുന്നത്. ആദ്യമായി ഇന്നത്തെ എപ്പിസോഡിലൂടെ നിസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഖൽബിയ എന്നറിയപ്പെടുന്ന, അഥവാ നമ്മുടെ ഖൽബ് കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന നിയ്യത്തിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. നിയ്യത്തിൽ ഫർളായ കാര്യങ്ങളും സുന്നത്തായ കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ആ ഫർള് ഏതാണ്, സുന്നത്ത് ഏതാണെന്ന് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഉച്ചരിക്കേണ്ടതുണ്ട്, നമ്മൾ നിയ്യത്ത് വെക്കേണ്ടതുണ്ട്. ഇന്ന് ആ നിയ്യത്തിനെ കുറിച്ച് നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോവുകയാണ്. നമ്മുടെ പഠിക്കുന്ന യാസിൻ എന്നുള്ള വിദ്യാർത്ഥിയാണ് നിങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ നിസ്കാരത്തിന്റെ ഖൽബിയായ ഫർളായ നിയ്യത്തിനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് ഈ യാസിനെ സ്വാഗതം ചെയ്യുകയാണ്. മുഹമ്മദ് യാസിൻ എന്നുള്ള വിദ്യാർത്ഥി നിങ്ങൾക്ക് പ്രാക്ടിക്കലായി കാണിച്ചു തരാൻ പോവുകയാണ്. യാസിനെ ക്ഷണിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇവൻ നമ്മുടെ ഇന്ത്യയിൽ ദാറുസ്സലാമിൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥി മുഹമ്മദ് യാസിനാണ്. ഞങ്ങൾ ഇന്ന് പ്രാക്ടിക്കലായിക്കൊണ്ട് എങ്ങനെ നിയ്യത്ത് നമ്മൾ അറിയാതെ ഒരിക്കലും നമസ്കരിച്ചിട്ട് കാര്യമില്ല. നിയ്യത്തില്ലാതെ ഒരു അമലുകളും സ്വീകരിക്കുകയില്ല. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. എല്ലാ അമലുകളും സ്വീകരിക്കപ്പെടുന്നത് നിയ്യത്തുകളെ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഫർള് നിസ്കാരത്തിന്റെ ഖൽബിയായ ഫർളിൽപ്പെട്ട നിയ്യത്ത് എന്നുള്ള 1ാമത്തെ ഫർളാണ് ഇന്ന് നമ്മുടെ യാസിൻ മോൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരുന്നത്. ഇൻഷാ അല്ലാഹ് യാസിൻ, നമ്മൾ ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാൻ പോകുന്നത് നിസ്കാരത്തിന്റെ നിയ്യത്ത്. ഉദാഹരണമായി നമ്മൾ ളുഹർ നമസ്കരിക്കുകയാണെങ്കിൽ അതിന് നിർബന്ധമായ ഓരോ നിയ്യത്തുകളിലും നിർബന്ധമായ കാര്യങ്ങളും വരുന്നുണ്ട്, സുന്നത്തായ കാര്യങ്ങളും വരുന്നുണ്ട്. ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കാൻ പോകുന്നത് നിർബന്ധമായ കാര്യങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ളുഹർ നമസ്കരിക്കാൻ പോവുകയാണെങ്കിൽ അതിന് നമ്മൾ നിർബന്ധമായും പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിർബന്ധം എന്ന് പറയുമ്പോൾ അത് പറഞ്ഞില്ലെങ്കിൽ എന്തില്ല, നമ്മുടെ നിയ്യത്ത് ശരിയല്ല. നിയ്യത്ത് ശരിയല്ലെങ്കിലോ ആ നിസ്കാരവും ശരിയല്ല. അപ്പൊ അതുകൊണ്ട് നിയ്യത്ത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ആ നിയ്യത്തിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് ഖിബ്ല അങ്ങോട്ടാണെങ്കിലും ഇന്ന് പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ മുന്നിലേക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് തിരിഞ്ഞ് നിയ്യത്ത് വെക്കാൻ പോവുകയാണ്. അത് നമ്മുടെ യാസിന് ളുഹർ നമസ്കാരത്തിനുള്ള നിർബന്ധമായ നിയ്യത്താണ് വെക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ നേരെ നല്ലവണ്ണം ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മൾ യാസീൻ നിയ്യത്ത് വെച്ചത് നിർബന്ധമായും പറയേണ്ട നിയ്യത്താണ് ഉസ്വല്ലി ഫർളൽ ളുഹരി. ഇനി അസ്റാകുമ്പോ ഉസ്വല്ലി ഫർളൽ അസ്രി. മഗ്രിബി ആകുമ്പോ ഉസ്വല്ലി ഫർളൽ മഗ്രിബി. ഇത് നിർബന്ധമായും പറയേണ്ട നിയ്യത്ത് മാത്രമാണ് ഇപ്പൊ നമ്മൾ നിയ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇശാ ആകുമ്പോ ഉസ്വല്ലി ഫർളൽ ഇശാഇ. സുബ്ഹി ആകുമ്പോ ഉസ്വല്ലി ഫർളൽ സുബ്ഹി. അവിടെ സീനാണ് അല്ല, സ്വാദാണ്. ഉസ്വല്ലി, നമ്മൾ ഉസ്വല്ലി എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയ്യത്ത് ശരിയല്ല. ഉസ്വല്ലി എന്നതിന്റെ മീനിങ് എന്താണ്? ഞാൻ നിസ്കരിക്കുന്നു എന്നാണ്. ളുഹർ എന്ന ഫർള് ഞാൻ നിസ്കരിക്കുന്നു.
അപ്പൊ 3 കാര്യങ്ങൾ നിയ്യത്തിൽ നിർബന്ധമാണ്. ഒന്നാമത്തത് ഉസ്വല്ലി അഥവാ ഞാൻ നിസ്കരിക്കുന്നു, ഫർളായ ളുഹ്റ്. അപ്പൊ ഞാൻ നിസ്കരിക്കുന്നു എന്നും ഏത് നിസ്കാരമാണെങ്കിൽ ആ നിസ്കാരത്തിന്റെ പേര് ഇന്ന നിസ്കാരം എന്നും, ഫർളാണെങ്കിൽ ഫർള് എന്നും, ഈ 3 കാര്യങ്ങൾ നിർബന്ധമായും നമ്മുടെ നിയ്യത്തിൽ ഉൾപ്പെട്ടിരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ നിയ്യത്ത് ശരിയല്ല. ഇനി സുന്നത്തായ കാര്യങ്ങള്, ബാക്കി സുന്നത്തായ കാര്യങ്ങൾ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ട് യാസീനോ നിയ്യത്ത് വെച്ചാൽ പോരെ. ഇപ്പൊ നമ്മൾ യാസീന് വെച്ചത് മുഴുവൻ പരിപൂർണ നിയ്യത്താണ് വെച്ചത്. അതിന് ഫർളും ഉൾക്കൊണ്ടു, സുന്നത്തും ഉൾക്കൊണ്ടു. ഉസ്വല്ലി ഫർളുൽ ളുഹ്രി 4 റക്അത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. സുന്നത്തായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? 4 റക്അത്തിൻ, റക്അത്തുകളുടെ എണ്ണം പറഞ്ഞു 4 റക്അത്ത്. പിന്നെ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി, ഖിബ്ലയിലേക്ക് മുന്നിട്ട്, മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാആയിട്ട് ലില്ലാഹി തആല, അല്ലാഹു തആലക്ക് വേണ്ടി. ഇതൊക്കെ സുന്നത്തായ കാര്യങ്ങളാണ്. അപ്പൊ ഉസ്വല്ലി ഫർളുൽ ളുഹ്രി എന്നുള്ളത് നിർബന്ധമായ കാര്യങ്ങളാണ്. പിന്നെ റക്അത്തുകളുടെ എണ്ണം 4 റക്അത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി, ഖിബ്ലക്ക് മുന്നിട്ട്, അദാആയിട്ട് ലില്ലാഹി തആല, അല്ലാഹു തആലക്ക് വേണ്ടി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സുന്നത്തായ കാര്യങ്ങളാണ്. അപ്പൊ നിയ്യത്തുകളിൽ ഫർളും വരുന്നുണ്ട്, സുന്നത്തും വരുന്നുണ്ട്. അത് സെപ്പറേറ്റ് വളരെ കൃത്യമായി വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഉസ്വല്ലി അസ്റാണെങ്കിൽ ഉസ്വല്ലി ഫർളൽ അസ്രി നിർബന്ധം കഴിഞ്ഞു. 4 റക്അത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല, അതൊക്കെ സുന്നത്താണ്. ഇനി നമ്മുടെ കൂടെ ഇമാമുണ്ട്. നമ്മൾ മൗമൂമായി നിസ്കരിക്കുകയാണ്. നമ്മളൊരു ഇമാമിന്റെ കീഴിൽ പിന്നിൽ നിന്നുകൊണ്ട് നമ്മൾ മൗമൂമായി നിസ്കരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്താ ഇതിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടത്? എന്താണ്? മഅൽ ഇമാമി. അപ്പൊ അത് ളുഹറിന്റെ കൂട്ടി മൊത്തത്തിൽ വെച്ചാ അപ്പൊ നമ്മൾ ഫുൾ നിയ്യത്ത് കൊണ്ടുവന്നു. കാരണം ഇമാമിന്റെ കൂടെ നിസ്കരിക്കുന്നു, നമുക്ക് ജമാഅത്തിന്റെ കൂലി ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലമാണ് ജമാഅത്തായി നിസ്കരിച്ചാൽ ലഭിക്കുന്നത്. ആ ജമാഅത്തിന്റെ കൂലി നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ മഅൽ ഇമാമി, മഅ എന്ന് പറഞ്ഞാൽ അറബിയിൽ കൂടെ എന്നാണ്. മഅൽ ഇമാമി, ഇമാമിന്റെ കൂടെ ഞാൻ നിസ്കരിക്കുന്നു. അപ്പൊ യാസീനത്തിന്റെ മുഴുവൻ ഫുള്ളായിക്കൊണ്ട് നിയ്യത്ത് വെച്ചു. ഉസ്വല്ലി ഫർളുൽ ളുഹ്രി 4 റക്അത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല മഅൽ ഇമാമി, ഇമാമിന്റെ കൂടെ ഞാൻ നിസ്കരിക്കുന്നു. ഇങ്ങനെയാണ് പരിപൂർണമായ നിയ്യത്ത് വെച്ചു. അതിന്റെ കൂടെ ഇവൻ മൗമൂമായതുകൊണ്ട് മഅൽ ഇമാമി എന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഇമാമാണെങ്കിലോ ഇമാമൻ എന്ന് പറയാം. അഥവാ ഇമാമായിട്ട് ഉസ്വല്ലി ഫർളുൽ ളുഹ്രി 4 റക്അത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി ഇമാം എന്ന് പറഞ്ഞ ഇമാമായിട്ട് ഞാൻ നിസ്കരിക്കുന്നു. ഇമാമനായിട്ട്, അപ്പൊ നമ്മൾ ഇമാമായിട്ട് ഞാൻ നിസ്കരിക്കുന്നു. അപ്പോ ഞങ്ങൾ നീട്ടിക്കൊണ്ടുപോയി ഞങ്ങൾ സംസാരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അത് ഇന്നത്തെ 1ാമത്തെ എപ്പിസോഡിലൂടെ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, സഹോദരന്മാർ, സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നിസ്കാരത്തിന്റെ നിയ്യത്ത് എന്നുള്ളത് വളരെയധികം വിലപ്പെട്ടതാണ്. നിയ്യത്തില്ലെങ്കിൽ നമ്മുടെ നിസ്കാരം കൊണ്ട് ഒരു കാര്യവുമില്ല. അത് വെറും ഒരു എക്സസൈസ് മാത്രമായി മാറും. നിസ്കാരം എന്നുള്ളത് അള്ളാഹുവിനോടുള്ള ഒരു മുനാജാത്ത്, ഒരു അഭിസംബോധനയാണ്, ഒരു കമ്മ്യൂണിക്കേഷൻ ആണെന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് നമ്മുടെ നിയ്യത്തുകളൊക്കെ നമ്മൾ വളരെയധികം കൃത്യമാണ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഈ എപ്പിസോഡിൽ പങ്കെടുത്ത നമ്മുടെ പ്രിയപ്പെട്ട യാസീൻ, ഇൻഷാ അല്ലാഹ് യാസീനെ കൃത്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് മുഴുവനും ഞങ്ങളുടെ കൃത്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി വ്യക്തമായി നിങ്ങളുടെ നിയ്യത്തുകളിൽ നിങ്ങൾ പാലിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.